Hi dear friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹോം മെയ്ഡ് ചോക്ലേറ്റിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് പുറത്തേക്ക് ഇപ്പോൾ വിൽക്കുന്നവർക്കാണെങ്കിൽ കേക്ക് ഒക്കെ സെയിൽ ചെയ്യുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് പുറത്താർക്കെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി ചെയ്തെടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് 6 രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുത്താൽ മതി. ഇപ്പോൾ ഞാനിത് 300 ഗ്രാം ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ എടുക്കുന്ന ബൗളൊക്കെ നല്ല നീറ്റായിട്ടുള്ള, ഒട്ടും നനവൊന്നും ഇല്ലാതെ വേണം എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈക്രോവേവിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരുടെ കയ്യിലും മൈക്രോവേവ് ഒന്നും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഡബിൾ ബോയിൽ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ആ ബൗള് വെള്ളത്തിലേക്ക് ടച്ച് ചെയ്യാതെ വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട്. വെള്ളം തിളയ്ക്കുമ്പോൾ ഈ ഒരു ബൗളിലേക്ക് ടച്ച് ചെയ്യരുത്. നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സിലിക്കണിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട്, അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ മോൾഡും എടുത്തിട്ടുണ്ട്. ഇത് പല ഷേപ്പിലുള്ള, ഹാർട്ട് ഷേപ്പിലും അങ്ങനെ പല ഷേപ്പിലുള്ള മോൾഡൊക്കെ വാങ്ങാൻ കിട്ടും. വളരെ വിലക്കുറവിൽ കിട്ടും. അപ്പോൾ വാങ്ങിയിട്ട് ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഈ 2 മോൾഡാണുള്ളത്, അതിലേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഡാർക്ക് ചോക്ലേറ്റ് ഇതിലൊരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് ഒക്കെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം ഇതിലേക്ക് കാഷ്യൂ നട്ട് കുറച്ചൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബട്ടർ സ്കോച്ച് കേക്കിലേക്കൊക്കെ ഉണ്ടാക്കുന്ന പ്രലൈൻ ഒന്ന് കാരമൽ ചെയ്തെടുത്തിട്ട്, നട്ട്സൊക്കെ കാരമൽ ചെയ്തെടുത്തിട്ടും ഇതേപോലെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഒന്ന് ചേർത്തിട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് ചോക്ലേറ്റിൽ ഫുള്ളായിട്ട് നട്ട്സ് ഇട്ടിട്ട് ഇങ്ങനെ മോൾഡിലേക്ക് ഒഴിച്ചിട്ട് വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ഈ 1/4 ഭാഗത്തേക്കും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ചോക്ലേറ്റ് ഇപ്പോൾ റൂം ടെമ്പറേച്ചർ ഇരിക്കുമ്പോൾ ചിലപ്പോൾ കട്ടിയായി പോവുകയാണെങ്കിൽ ഒന്നുകൂടി ആ തിളച്ച വെള്ളത്തിൻ്റെ പുറത്തായിട്ട് വെച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി എടുത്താൽ മതി. ഈ ബാക്കി വന്നിട്ടുള്ള സൈഡിൽ നിന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് ചേർക്കാം. ഞാനിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ക്രാൻബെറീസ് ഉണ്ടെങ്കിൽ വെക്കാം, അതുപോലെ ഡേറ്റ്സ് വേണമെങ്കിൽ അതും വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ബാക്കിയിലും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. നമുക്ക് പെട്ടെന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രീസറിലേക്കോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലേക്കോ വെക്കാം. ഫ്രീസറിലാണെങ്കിൽ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ വേഗത്തിൽ ഇത് സെറ്റായിട്ട് നമുക്ക് ഈ മോൾഡിൽ നിന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റിൻ്റെയും അതുപോലെ ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ചോക്ലേറ്റ് റെഡിയാക്കുന്നത്. അപ്പോൾ ഒരു പകുതി ഭാഗത്തേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ബാക്കിയുള്ളിടത്ത് വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സ്ക്യൂവറോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കത്തി എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കളറായിട്ട് കിട്ടും. ഇതൊക്കെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ ആ പ്ലാസ്റ്റിക്കിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നട്ട്സ് ഒന്നും ഫില്ല് ചെയ്യാതെ വെറുതെ തന്നെ ഇതേപോലെ മോൾഡിൽ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം.
ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ പെട്ടെന്ന് തന്നെ പുറത്തിരിക്കുമ്പോൾ അങ്ങ് കട്ടിയായിട്ട് വരും. അപ്പോൾ ഒന്ന് ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ മൈക്രോവേവിൽ ഒരു 20 സെക്കൻഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അങ്ങ് മെൽറ്റായി കിട്ടും. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയും സെൻറ്ററിൽ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പകുതി ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് കാരമൽ സിറപ്പ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ബാക്കിയും കൂടെ ഫില്ല് ചെയ്യാം ചോക്ലേറ്റ്. എന്നിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അതും വേറൊരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ട് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇങ്ങനെ മുകളിലേക്ക് ഇരിക്കുന്നതൊക്കെ ഒന്ന് കുത്തിയിട്ട് താഴേക്കാക്കി കൊടുക്കുന്നുണ്ട്. അത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ മറ്റൊരു പാത്രത്തിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് ഇളകി കിട്ടാനായിട്ടാണ്. അതിലേക്ക് ബാക്കി വന്നിട്ടുള്ള ആ ഡാർക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ചോക്ലേറ്റ് ബാറായിട്ട് ചെയ്യാനാണ്. നന്നായിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ബദാമും പിസ്തയൊക്കെ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഒരു വലിയൊരു ട്രേ എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചാൽ മതി. കുറച്ച് പിസ്ത ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ചൊന്ന് സെറ്റായി കഴിയുമ്പോൾ ഇതിൻ്റെ സെൻറ്ററിലോ അല്ല നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിത് തണുപ്പിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളത് പെട്ടെന്ന് ഒന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ സിലിക്കണിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടി ഈസി. കുറച്ച് ബ്ലാക്ക് കളറിലുള്ള മുന്തിരി, ഉണക്കമുന്തിരിയും അതുപോലെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഇതൊരു ട്രേയിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റും കൂടെ ഇങ്ങനെ അങ്ങിങ്ങായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ സീബ്ര കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ ഒന്ന് എന്നിട്ട് ഒരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ഡാർക്കും വൈറ്റും ആയിട്ട് നമുക്ക് ഒരു നല്ലൊരു ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സ്പ്രിങ്കിൾസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഷുഗർ ബാൾസ് ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് ചെയ്യാം. ഇതും ഇനി സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ ചോക്ലേറ്റ് ഒക്കെ ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. മോൾഡിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. നല്ലൊരു മുകളിലൊക്കെ നല്ല തിളക്കമുണ്ട്, നല്ല ഭംഗിയിലുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ 2 മോൾഡ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഈ ഒരു ഇതിൽ മാത്രം ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് ഷേപ്പോ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള മോൾഡൊക്കെ ഉണ്ടെങ്കിൽ നല്ല പോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കൂടെ ചെയ്തിട്ടുള്ളതാണിത്. ഇതും നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് പുറത്ത് തന്നെ കുറച്ച് നേരം വേണമെങ്കിൽ നമുക്ക് വെച്ചേക്കാം. ഒരുപാടൊന്നും പെട്ടെന്നൊന്നും മെൽറ്റായി പോവുകയൊന്നുമില്ല. പിന്നെ ഒരുപാട് ചൂടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ചോക്ലേറ്റ് ബാർ റെഡിയാക്കാനായിട്ട് വെച്ചിട്ടുള്ളതും നന്നായിട്ട് തന്നെ സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ഒരു 2ആക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പല രീതിയിലായിട്ട് പല ഷേപ്പിൽ നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് പുറത്തൊക്കെ ഇപ്പോൾ നല്ല ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്ന പേപ്പർ കിട്ടും, അല്ലെങ്കിൽ ഗിഫ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റിയ ബോക്സൊക്കെ, ചെറിയ ബോക്സൊക്കെ കിട്ടും, ചോക്ലേറ്റ് റാപ്പ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ അതിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. താങ്ക്